സെക്ഷൻ എ ക്വസ്റ്റ്യൻ നമ്പർ 9 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. ആദ്യം നമുക്ക് കോൺഗ്രുവൻറ്റും സിമിലറും തമ്മിലുള്ള ഡെഫിനിഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും നോക്കാം. രണ്ട് ഫിഗേഴ്സ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അതിന് സെയിം സൈസും സെയിം ഷേപ്പും ആയിരിക്കും. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ടു ഫിഗേഴ്സ് ആർ സിമിലർ, ദേ ഹാവ് സെയിം ഷേപ്പ് ബട്ട് ദേ ഹാവ് ഡിഫറെൻറ്റ് സൈസ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ബട്ട് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. നമുക്ക് ചോയ്സ് ചെയ്യാൻ നോക്കാം. ടു കോൺഗ്രുവൻറ്റ് ഫിഗേഴ്സ് ആർ ഓൾവേസ് സിമിലർ. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. കോൺഗ്രുവൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കി. ടു ഫിഗേഴ്സ് ആർ കോൺഗ്രുവൻറ്റ്, ദേ ഹാവ് സെയിം സൈസ് ആൻഡ് ഷേപ്പ്. സെയിം സൈസും ഷേപ്പുള്ള ഒരു ഫിഗർ സിമിലർ ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ചോയ്സ് ബി, എ സ്ക്വയർ ആൻഡ് എ റോംബസ് ഓഫ് ദ സെയിം ഏരിയ ആർ ഓൾവേസ് സിമിലർ. ഒരു സ്ക്വയറിനും റോംബസിനും സെയിം ഏരിയ ആവാം, പക്ഷേ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റോംബസിൻ്റെ സ്പെഷ്യൽ കേസാണ്. റോംബസിൻ്റെ ആംഗിള് എല്ലാ ആംഗിളും 90 ഡിഗ്രി ആകുമ്പോൾ അത് സ്ക്വയറായി മാറും. പക്ഷേ റോംബസിൻ്റെ എല്ലാ ആംഗിളും എല്ലായ്പ്പോഴും 90 ഡിഗ്രി അല്ല. അപ്പോൾ അത് സിമിലാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ചോയ്സ് സി, ടു ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ആർ ഓൾവേസ് സിമിലർ. ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ഓൾവേസ് സിമിലർ ആണ്. കാരണം ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, ആംഗിൾസും ഈക്വൽ ആണ്. സോ ദേ ആർ ഓൾവേസ് സിമിലർ. ടു സിമിലർ ട്രയാങ്കിൾസ് നീഡ് നോട്ട് ബി കോൺഗ്രുവൻറ്റ്. സിമിലർ ട്രയാങ്കിൾസ് കോൺഗ്രുവൻറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. കാരണം സിമിലർ ട്രയാങ്കിൾസിന് അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയാൽ മതി, പക്ഷേ കോൺഗ്രുവൻറ്റിന് അതിൻ്റെ സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ചോയ്സ് ബി ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ചോയ്സ് ബി.